കേരളത്തിലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അമൃതാനന്ദമയി മഠത്തിനെതിരെ ചില ആരോപണങ്ങളുണ്ടായിരുന്നു, വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില ആശങ്കകൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ പലതരത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. സർക്കാരിന് ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ അന്വേഷണത്തിന് ഭയമുണ്ട്? അല്ല, അന്വേഷണം എന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെതായ നിജസ്ഥിതിയോടെ ഉന്നയിക്കപ്പെട്ടാലാണല്ലോ അന്വേഷണം നടത്താൻ പറ്റുക. ഒരു ഊഹപ്രചരണം നടക്കുന്നു വിചാരിക്കുക, ആ ഊഹത്തെ അടിസ്ഥാനപ്പെടുത്തി എന്ത് അന്വേഷണമാണ് നടത്തുക? അതിനെപ്പറ്റി ഒരു തരത്തിലുള്ള പ്രത്യേക വിവരങ്ങളും വരുന്നില്ല. പിന്നെ ഈ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പ്രചരണങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചാൽ എവിടെയെങ്കിലും എത്താൻ പറ്റുമോ? കാരണം ഒരു തെളിവുമില്ലല്ലോ. ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി എങ്ങനെയാണ് അന്വേഷണം നടത്താൻ പറ്റുക? ഇപ്പം അടുത്ത കാലത്ത് വന്നൊരു കാര്യം ആ തരത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് എങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും? ഈ അടുത്ത കാലത്ത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത വിഷയമാണ് മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം. പാർട്ടി ചാനലായ കൈരളിയിൽ ഗേൾ ട്രേഡ് വെല്ലിന്റെ അഭിമുഖം പുറത്തു വന്നു. CPIM പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തു. CPM-വുമായി ബന്ധപ്പെട്ട് ഇടത് സ്വഭാവമുള്ള സാംസ്കാരിക സംഘടനകളെല്ലാം രംഗത്ത് വന്നു. പക്ഷെ VS മാത്രം വ്യക്തമായൊരു നിലപാട് പറഞ്ഞില്ല. അതെന്താണ്? ഞാനതില് അവര് ഒരു പാവപ്പെട്ട കമ്മ്യൂണിറ്റിയിലെ ഒരു വിശ്വാസക്കാരി എന്നുള്ള അടിസ്ഥാനത്തിൽ അവരെ സംബന്ധിച്ച് അവരുടെ ആത്മീയ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ പലരും അവരെ വിശ്വാസത്തിന്റെ ഒരു സംരക്ഷക എന്നുള്ള അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളായിട്ടാണ്. വലിയ നമ്പൂരി സമുദായത്തിൽ നിന്നും അതുപോലുള്ള സമുദായത്തിൽ നിന്നും അതുപോലെ തന്നെ പള്ളിയിലെ വിശിഷ്ടന്മാരായിട്ടുള്ള ആളുകളെ പറ്റി എല്ലാം ഓരോ കമ്മ്യൂണിറ്റി ഇങ്ങനെ ബോധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആ തീരദേശത്തെ ഒരു ജനവിഭാഗത്തിന്റെ ഒരു നേതാവായി, ആത്മീയ നേതാവായിട്ട് കാണുന്ന ഒരു തീയെ കണ്ടമാനം അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ മറ്റു നിലയിൽ ഈ തരത്തിലുള്ള ഒരു സ്ത്രീ അവിടെ വരികയും താമസിക്കുകയും ആ താമസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മറ്റു തരത്തിൽ ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നൊരു അമേരിക്കക്കാരി പറയുന്നു. ഒന്നാമത് അമേരിക്കക്കാരി പറയുന്നത് തന്നെ നമ്മെ അപഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് പ്രഥമ വീക്ഷണത്തിൽ തന്നെ എടുക്കാം. അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അന്യമതത്തിലുള്ള ആളുകൾ ഇതേപോലുള്ള പാവപ്പെട്ട മതങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആളുകളെ ഡാം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതും ആയിക്കൂടെ? ഞാൻ അങ്ങനെയാണ് സംശയിക്കുന്നത്. വിദേശത്തെ പല പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇന്ത്യൻ ആത്മീയ നേതാക്കളെ കരിവാരിത്തേക്കാനും വിശാല ഭൂരിപക്ഷത്തിന്റെ ആത്മീയതയെ തള്ളിപ്പറയാനും നടത്തുന്ന ശ്രമങ്ങൾ ആരെക്കാട്ടിയും എനിക്കറിയാം. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഭൂരിപക്ഷത്തിനും സമൂഹത്തിനും അത് അറിയില്ല. പക്ഷെ എനിക്കത് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് എനിക്കിതിൽ പുതുമയൊന്നും തോന്നുന്നില്ല. അടുത്ത പറയുന്ന വരി ദയവായി പറഞ്ഞു തീർക്കാൻ അങ്ങ് അനുവദിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്. ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ച വരിയാണ്. ദയവായി പറയാൻ അനുവദിക്കണം. കഴിഞ്ഞ 1000 വർഷമായി വാവരുസ്വാമിയെ എഴുതിട്ട് ശബരിമലയിൽ പോകുന്ന പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ഞാൻ. പറയേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ നല്ല മുസ്ലിങ്ങളല്ലാത്ത ചില തീവ്ര മുസ്ലിം സമുദായത്തിലെ വ്യക്തികളും തീവ്ര ഇടതുപക്ഷവും കൂടെ ചെയ്യുന്ന ക്യാമ്പയിനാണ്. ഞാൻ പല ചാനലിൽ പോയിട്ടും പറഞ്ഞില്ല. ഇത് പറയാൻ പറ്റാത്ത പോട്ടെ, അങ്ങനെ ഒരു വർഗീയത കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചത്. ഇത് വളരെ വർഗീയമായ വൃത്തികെട്ട ഒരു ക്യാമ്പയിനാണ്.